ഗൈസ് ഫൈനലി നമ്മൾ സ്പോട്ടിലേക്ക് എത്തി. അങ്ങ് ദൂരെ കാണുന്ന അതാണ് ചേറൂരുള്ള ചായ് സ്പോട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നത് വെച്ചെങ്കിൽ ചേറൂർ ചായ പിടിക്കാൻ ബോട്ടിൽ ഉള്ള ബോട്ട് പോയി പോകും. നമ്മളെ പോലെ മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ റോഡ് വഴിയും വരാം. നമുക്ക് ബോട്ടും സ്വന്തമായിട്ട് തോണിയിട്ടുണ്ട്. കാറിൽ വരുന്ന കാറിലും വരാം. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന സ്പോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് ബോട്ടിൽ. അപ്പോൾ ചെറിയൊരു സ്പോട്ട് എത്തിയിട്ട് നമുക്ക് കാണാം അടുത്ത എണ്ണക്കടിയും അടുത്ത ആൾക്കാരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചായ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ് ഫൈനലി നമ്മൾ സ്പോട്ടിലേക്ക് എത്തി. അങ്ങ് ദൂരെ കാണുന്ന അതാണ് ചേറൂരുള്ള ചായ് സ്പോട്ട്. ഈ സ്പോട്ട് എത്ര ആൾക്കാർ അറിയുന്ന ഇവിടെ പോയിട്ടുണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ ഇത്ര ദൂരത്താണുള്ളത്. നല്ല പ്രകൃതി രമണീയമായ പോയ ബോട്ടിൽ മിഷൻ വെച്ചിട്ട് പോകും. കാറിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു വൈബ് കൊടുക്കുക. കാറിൽ ഡയറക്റ്റ് പിന്നെ പെരുമ്പള വഴി ഇങ്ങോട്ട് ചായപ്പൊടിയേക്കും പോവാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വേറൊരു വഴിയുണ്ട്. എന്തിപ്പോൾ വഴി അതേത് അതേത് വഴി അതിലെ വരുന്ന വഴി ചേറൂർ വഴി വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ തൂക്ക് പാലത്തിലൂടിയിട്ട് ആ സൈഡ് കാറ് പാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പാലത്തിൽ തൂക്ക് പാലത്തിലെ കൂടി നടന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തേക്ക് വന്നിട്ട് അതിൽ ആ സൈഡിലൂടെ നടന്നിട്ട് ഇങ്ങനെയും വരാം. അപ്പോൾ ഈ തൂക്ക് പാലം എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്ക് അങ്ങനെയും വരാം. അതേപോലെ ഡയറക്റ്റ് പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വരുന്ന ആൾക്ക് അങ്ങനെയും വരാം. അല്ലാന്നുണ്ടെങ്കിൽ ആടെ തന്നെ തൂക്കുപാലത്തിന് താഴെയല്ലേ ആടെ ഒരു പിന്നെ തോണിയിൽ സർവീസ് ഉണ്ട്. ഒരു കാക്ക ഉണ്ട്. ആ കാക്ക അവിടെ നിന്ന് കയറ്റും. ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ടീമിനെ. അതേപോലെ പിന്നെ അങ്ങനെ വരുന്ന ആൾക്ക് അങ്ങനെ വരാം. ഓക്കെ, ചായ സ്പോട്ട് എടുത്ത കടി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് അതിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്ക് ഈ കാക്കാനവിടെ കാണും. കാക്ക ഇങ്ങനെ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യും, അവിടെ നിന്ന് പിക്ക് ചെയ്യും. ഗൈസ് അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഇറക്കിഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് ചായ പിടിക്കാൻ. ഫുൾ ടീം തന്നെ ഉണ്ട്. മറ്റേ കാറിൽ വന്ന ടീം എത്തിയിട്ടാണ് തോന്നുന്നു. ഗൈസ് ഫൈനലി നമ്മൾ പറഞ്ഞ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ചായ സ്പോട്ട്. എന്താ എന്താ സ്പെഷ്യൽ കല്ലമ്മക്കായി കടിയെല്ലാം എന്തെല്ലാം നോക്കി. ഇവിടെ ഉണ്ട് സ്പെഷ്യൽ വെറൈറ്റിയാണ് സ്റ്റിക്ക് ഉപ്പിലിട്ടത്. ഇവിടുത്തെ ആൾക്കാർ നോക്കുക, ക്രൗഡ് നോക്കും. ഇതെല്ലാം ഈ ഒരൊറ്റ സ്പോട്ടിലേക്ക്, ഈ ചായ സ്പോട്ടിലേക്ക് ആയിട്ട് മാത്രം വരുന്ന ആൾക്കാരാണിത്. വേറെ അപ്പുറം ഇപ്പുറത്തായിട്ട് വേറൊരു കടയില്ല, വേറൊരു സംഭവമില്ല കാണാൻ. വെറും ഈ ഒരു ചായ സ്പോട്ടിലേക്ക് മാത്രം വൈബടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ചായ കുടിക്കുന്ന സ്പോട്ട് നോക്കി നല്ല ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ നല്ല അന്തരീക്ഷം. അവിടെ തക്കരി നോക്കിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വൈബെടുത്ത് ചായ പിടിക്കാം. ഓക്കെ, അപ്പോൾ സ്പോട്ട് എല്ലാവരും കണ്ടില്ലേ. ഇവിടത്തേക്ക് വരാനുള്ള ആൾക്കാർ ചെറൂർ നേരെ ലൊക്കേഷൻ നോക്കണമെന്നില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സ്പോട്ട്. ഇങ്ങോട്ടേക്ക് വന്നു. യെസ്, അങ്ങനെ ചായ കിട്ടീന്. ചായ കല്ലുമ്മക്കായി മെയിൻ ഹൈലൈറ്റ് ചായ കുടിക്കുന്ന സ്പോട്ട് തന്നെ. കുടിക്കുകയും ഇവിടെ ഇങ്ങനെ പോയ നോക്കിയിട്ട് നല്ലൊരു പീസ്ഫുൾ മൈൻഡിൽ കുടിക്കാം ചായ. അവിടെ നിന്ന് പിക്കാക്കിയാലേ നടുവിൽ ചെറിയൊരു ഐലൻഡ് പോലത്തെ സ്ഥലമുണ്ട്. കുറച്ച് മാട് എന്ന് പറയും. അപ്പോൾ ആ മാടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ അവിടെ ഇറക്കിയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ആക്കിയിട്ട് അങ്ങനെയും ഈ പിക്കാക്കുന്ന ആളെടുക്കും. നമ്മൾ ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ തോണിയിൽ വന്നുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തി. നമ്മൾക്ക് തോണിയിൽ വരാൻ പറ്റാത്ത കുറച്ച് കുട്ടികളുള്ള ആൾക്കാരുണ്ടായി. പിന്നെ തോണിയിൽ വരാൻ പേടിയുള്ള, നീന്താൻ അറിയാത്ത ആൾക്കാർ ഓരെല്ലാം അപ്പുറത്തെ കാറിൽ വന്നിട്ട് ആ പാലത്തിൻ്റെ എവിടെയിട്ട് തൂക്കുപാലത്തോടെ നടന്നിട്ട് വന്നതാണ്. അങ്ങനെ ഓരെത്തിയിട്ടുണ്ട്. ഓരോന്നായിട്ട് പോട്ട് മൊയിനോ, ബൗജിയുണ്ട്, ഐബു ഉണ്ട്, ഇയോ ഉണ്ട്, നദിയുണ്ട്, ചുയ്യുണ്ട്. ഇത് തുടങ്ങി യൂട്യൂബിൽ ഞങ്ങളെ ഫാമിലി മൊത്തം ടീം എടുത്തിട്ടുണ്ട് ചായ പിടിക്കാൻ വേണ്ടി സ്പോട്ടിൽ. കരമാർഗം വന്നാളും അതേപോലെ വള്ളം മാർഗം വന്നാളും എല്ലാവരും. അപ്പം രണ്ടാമത്തെ കടിയും ചായ റെഡി ആയിക്കൊണ്ട്
കാര്യമായ ഒരു ബിസിനസ് ട്രിക്കാണല്ലോ ഒക്കെ ആയിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് വരുന്നതാണ്. ഒരു തലക്ക് 20 ഉറുപ്പിക വെച്ചിട്ട്. പോകാൻ 20, വരാൻ 20, അപ്പോൾ 40 ഒരു തലക്ക്. അപ്പോൾ ഈച്ചാണ് ഈ ബിസിനസ് ട്രിക്ക് കൊണ്ടുവന്ന്. അപ്പോൾ ഈച്ചത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഏകദേശം എത്ര ഉറുപ്പിൻ്റെ ആളുണ്ട് ചെയ്യും? ഏകദേശം 600 ഉറുപ്പിൻ്റെ ആളുണ്ട് ഇതിൽ. അപ്പോൾ ഒരു തലക്ക് 20 വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് പിക്കാക്കി നേരെ അവിടെ ഡ്രോപ്പ് ആക്കും. അങ്ങനെ വരുന്ന ആൾക്ക് അങ്ങനെ വരാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തൂക്കുപാലുണ്ട്, അതിൽ കയറിയിട്ടും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. മച്ചു സ്പോട്ട് എങ്ങനെയുണ്ട് ചായൻ്റെ? സൂപ്പർ സ്പോട്ട്. ഓക്കെ, ബടകാലുണ്ട്. സൂപ്പർ. നമ്മൾ വരുമ്പോൾ ഏകദേശം അവിടെ നിന്ന് വിടുമ്പോൾ 5 മണി എന്തോ അതിന്. അപ്പോൾ ലേറ്റായി. അപ്പോൾ വരുന്ന ആൾക്കല്ലേ, അപ്പോൾ വരുമ്പോൾ ഒരു 5-6 മണിയല്ല. അപ്പോൾ മരിവിൽ നിസ്കരിക്കാൻ ആളുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ ലേറ്റായി നടന്നിട്ട് നിസ്കരിക്കാൻ അങ്ങനത്തെ ഒരു ഇത് വേണ്ട. ഇവിടെ അടുത്ത് പള്ളിയുണ്ട്. താലോട്ടേക്ക് ചെയ്യുന്ന അർക്കത്തിൽ കാണുന്ന അത് തന്നെയാണ് എന്ത് ആ ചായൻ്റെ സ്പോട്ട്. അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ മടങ്ങുന്നുണ്ട് വീട്ടിലേക്ക്. ഓക്കെ, അപ്പം അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും വരും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ബൈ.